ഒരു ഗാനമേളക്ക് ഒരുത്തൻ പാട്ട് പാടിയിട്ട് സദസ്സുള്ളവന് വെള്ളടി നിർത്തിയല്ല. അപ്പൊ ആ പാട്ട് ഏതാന്ന് അറിയാൻ താല്പര്യം ഉണ്ടാവും. സിനിമന്റെ ട്യൂണിലെ പാട്ട് പാടിയാല് സിനിമ മാത്രമേ ഓർമ്മയുള്ളൂ, പാട്ട് ഓർമ്മ ഉണ്ടാവില്ല. ആ സിനിമന്റെ ട്യൂണാണ് മരണത്തിന്റെ പാട്ടായി. ഏതോ ഒരു നാളിൽ നാം റൂഹിൽ പിടിക്കുമ്പോഴെല്ലാരും മരണം രുചി നോക്കും. സിനിമ ആണോ എനിക്ക് അതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, മരണം ഓർമ്മ ഉണ്ടാവില്ല. വേറെ ആളെ പാട്ടുണ്ട് മുമ്പൊക്കെ അത് ത്രില്ലേന്, അതൊന്നും ഇപ്പം ഇവിടെ പാടാൻ പറ്റൂല, ആരും പാടാനില്ല. ആ മറ്റാളെ പാട്ട് മരിച്ചുപോയ ഒരാളില്ലേ, നാടൻ പാട്ടുകാർ എന്താടാ പാട്ട്, അപ്പൊ അതൊന്നും നമുക്ക് വേണ്ട. വീട്ടിലെ മെത്ത് പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും നെൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും ഖബർ ബഹു ജോറിലേ, അടവാക്കും ഖബർ ബഹു ജോറിലേ. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ. അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണ്ണി എന്നിൽ ആരെന്ന്. മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മയ്യത്തായി കിടക്കുന്നത് നമ്മളാണ്. ചുറ്റുഭാഗത്ത് കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളും ഭാര്യയുമുണ്ട്, അല്ല കാമുകിയുണ്ട്, അല്ലെങ്കിൽ കാമുകനുണ്ട്. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ വാക്കാണ്, എനിക്കിനി ആരാണ്. ഉമ്മാനെ ഉമ്മ വീട്ടിലാകുമ്പോ 9 മണിക്ക് വീട്ടിലെത്തുന്ന മകന് ഉമ്മ മരിച്ചാൽ കബറിൽ മൂടുകല്ല് വെച്ച് തിരിച്ചു പോരുമ്പോ പിന്നെ ആ വിഷമം അവനിക്കില്ല. ഉമ്മാക്ക് പേടിയാകുന്നോ ചിന്തിക്കുന്നില്ല. അപ്പോഴും പറയും ഞാൻ ഒറ്റക്കാണ്. ഈ കാമുകനും കാമുകയും എത്ര ഇഷ്ടത്തിലാണ്, പക്ഷേ മരിച്ചാ പറയണ്ട എനിക്കിനി ആരാണ്, കബറിൽ ഒറ്റക്ക് കിടക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, കബറിൽ ഒറ്റക്കാകാതിരിക്കാൻ എന്തുണ്ട്? മുത്തം കൊടുത്ത് മുത്തവും വാങ്ങി മുത്തിലും മുത്തായി പോറ്റി വളർത്തിയ പൊന്നുമോനെ വിടേ, ഓനെ കാണാനില്ല. നൊരപുൽ പടർന്നും പുളകം ചൊരിഞ്ഞും സ്വച്ഛാനുരാഗത്തിൻ നദിയായി ഒഴുകിയ പ്രിയ സഖിയെവിടെ? ഓളെയും കാണാനില്ല. താനും തൻ ചെയ്ത അമലും ഫലവും ഒറ്റയായി നിൽക്കും ഖബറിനുള്ളിൽ. അപ്പോഴായി മജ്ലിസിന്റെ വില അറിയുന്നത്, അപ്പോഴായി ശഅബാനിൽ ചൊല്ലിയ സ്വലാത്തിന്റെ ഫലം അറിയുന്നത്.